ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു എൻഗേജ്മെൻറ്റിന് പോവുക. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശില്പക്കുട്ടിയുടെയും മനീഷേട്ടൻ്റെയും എൻഗേജ്മെൻറ്റാണിന്ന്. പാറക്കുട്ടി ഇതാ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് പോകുന്നത്. നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത്. ട്രാവലറിൽ കയറി പാട്ടൊക്കെ വെച്ചപ്പോൾ ഇതാ പാറക്കുട്ടൻ തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങ് ചെന്നു. ഇത് നമ്മുടെ അപ്പുക്കുട്ടനാണേ. അപ്പുക്കുട്ടനും ജിൻജിയമ്മയും പൊന്നു ചേച്ചിയും എല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങനെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ ദാ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ ആ പള്ളിയൊക്കെ നോക്കി നടന്നു. 1008 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. കുട്ടി തരങ്ങൾക്ക് സ്ഥലം ഒരുപാട് കണ്ടപ്പോൾ എങ്ങോട്ട് ഓടണം എന്നറിയാത്ത ടെൻഷനാണ്. അടുത്തതാ ചെറുക്കൻ വന്ന് പെണ്ണിനെ കൈ പിടിച്ച് കാറിൽ നിറക്കി അടുത്ത ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. കുടുംബക്കാരെല്ലാവരും കൂടി പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ അത് എല്ലാവരും റെഡിയായി ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ദാ പൊന്നു ചേച്ചിയുടെയും പാറു ചേച്ചിയുടെയും വക കറക്കവും ഡാൻസും അച്ഛാന്ന് വിളിച്ച് ഓടി നടക്കുക. അച്ഛൻ ഇതിലേ പോയോ എന്തോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലകത്ത് കയറി. പ്രാർത്ഥന കണ്ടപ്പോൾ ദാ ഇവിടെ രണ്ടും കൂടി ഭയങ്കര പ്രാർത്ഥന. എന്താണോ പ്രാർത്ഥിക്കുന്നത്, ദൈവം ഇറങ്ങി ഓടാതിരുന്നാൽ കൊള്ളാം. പ്രാർത്ഥിച്ചിട്ടും മതിയാവുന്നില്ല. പൊന്നു ചേച്ചിയാണെങ്കിൽ പാട്ട് പാടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ റിസപ്ഷൻ ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ അടിപൊളി ഡാൻസും വെൽക്കം സോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. Enjoy from this makeover. So the bride and groom are invited to slice into this beautiful cake and enjoy yourself. ഇവിടെ ഇത്രയും സന്തോഷമായ നിമിഷത്തിൽ അങ്ങനെ അവിടെ അടിപൊളി പരിപാടി നടക്കുന്നു. നമ്മൾ ഫുഡിലേക്ക് കടന്നിട്ടുണ്ട്. സ്റ്റാർട്ടറും മെയിൻ കോഴ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കള്ളിപ്പാറു തന്നെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കുറുമ്പത്തി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ പോയി കുറേ വെറൈറ്റി ചായയൊക്കെ ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ മധുരം വെപ്പ് ഫംഗ്ഷനും അവിടെ വെച്ച് തന്നെയായിരുന്നു. അങ്ങനെ അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പം സമയം രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. വണ്ടിയിൽ കയറി കുറേ പേരൊക്കെ ഇറങ്ങി. ഞങ്ങളിതാ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടങ്ങനെ വീടെത്തി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.